ബിർറൂഹ് ബിർറൂഹ് ബിദ്ദം നഫ്തീക യാ ഫലസ്തീൻ. എങ്ങനെയാണ് ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയണേ? ഞങ്ങളുടെ ആത്മാവിനെ കൊണ്ട്, ഞങ്ങളുടെ രക്തത്തെ കൊണ്ട് നിന്നെ ഞങ്ങൾ മോചിപ്പിക്കും. ാളന്മാരുടെ തിണ്ണകൾ നിറങ്ങിയിട്ടുണ്ട് ജൂതപരീക്ഷകൾ. അവിടെ നിന്ന് അവരുടെ സമ്പത്തിനും അധികാരത്തിനും വേണ്ടി ഓച്ചാനിച്ച് നിന്നിട്ടുണ്ട് അറബ് രാഷ്ട്രങ്ങൾ. ഇല്ല എന്ന് പറയട്ടെ, അറബ് രാഷ്ട്രങ്ങൾ ആ സമ്പത്തിനും അധികാരത്തിനും വേണ്ടി ജൂതന്റെ കാല് നക്കിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഫലസ്തീനികൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറബികൾക്ക് ഈ വിഷയത്തിൽ കാമാ പറയാൻ പറ്റാത്തത്. സൂറത്തുൽ അഹ്സാബില് മനോഹരമായി ചില കാര്യങ്ങൾ അല്ലാഹു ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. അഹ്സാബിന്റെ പ്രമേയം തന്നെ ഒരു യുദ്ധമാണ്. എത്ര വലിയ പ്രയാസങ്ങൾക്ക് മുമ്പിലും മുഅ്മിനീങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ അഹ്സാബിലൂടെ നമുക്കിങ്ങനെ വരച്ച് കാണിച്ചു തരുന്നുണ്ട്. അഹ്സാബ് എന്ന് പറയുന്ന ആ ഒരു യുദ്ധം, ഖന്തക്ക് എന്നൊക്കെ മറ്റൊരു പേരിൽ നമ്മൾ പറയും അല്ലെ. മദീനയുടെ എല്ലാ ഭാഗത്തു നിന്നും ശത്രുക്കൾ ഇങ്ങനെ ഒറ്റക്കെട്ടായി സഖ്യകക്ഷികൾ ഇങ്ങനെ കൂടിച്ചേർന്ന് വരികയാണ് മുസ്ലിംകൾക്ക് നേരിൽ. മദീനയുടെ എല്ലാ ഭാഗത്തു നിന്നുണ്ട്. മരണം ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുന്നത് പോലെ, ഖുർആനിന്റെ പ്രയോഗം ഭയം ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ നിൽക്കുന്നത് പോലെ, പടച്ചോനുണ്ടോന്ന് പോലും ശങ്കിച്ചു പോകുന്ന ഒരു നിമിഷം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, അതിശക്തമായ വേദന കൊണ്ട് ബുദ്ധിമുട്ടുമ്പോ, വലിയ ടെൻഷൻ നമ്മളെ പിടികൂടുമ്പോ, നീ ഇല്ലേ പടച്ചോനെ, നീ ഇത് കാണുന്നില്ലേ പടച്ചോനെ, നമ്മൾ പറഞ്ഞു പോലേ. ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്? അള്ളാഹുവിനെ അറിഞ്ഞവരുടെ സ്വഭാവം എന്താണ്? അത് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ് ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു സദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. വല്ലാത്തൊരു പ്രയോഗം അത്. എത്ര വലിയ ഭയാനകതകൾ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും മുഅ്മിനീങ്ങൾ പറയും, എന്താ പറയണെന്ന് അറിയോ? എന്റെ റബ്ബും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചതാണിത്. എത്ര വലിയ പ്രതിസന്ധി മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, സദഖല്ലാഹു വറസൂലു, അല്ലാഹുവും റസൂലും സത്യം പറഞ്ഞിരിക്കുന്നു, സത്യം പറഞ്ഞിരിക്കുന്നു. അത് പുലർന്നതാണ് ഈ കാണുന്നത്. അതായത് പ്രയാസങ്ങൾ വരുമ്പോ ഈമാൻ ചോർന്നു പോയല്ലോ മുഅ്മിനീങ്ങളുടെ. വമാ സാദഹും ഇല്ലാ ഈമാന, ഈമാനങ്ങ് കൂടും, ഈമാനങ്ങ് കൂടും, ഈമാനങ്ങ് വർദ്ധിക്കും. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ മുഅ്മിനീങ്ങൾ എന്ന കാറ്റഗറിയിൽ നമ്മൾ പെട്ടോ? നമ്മൾ പെട്ടിട്ടുണ്ടോ? ഇപ്പൊ എന്താണ് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഹാഷ്ടാഗ് ഓൾ ഐസ് ഓൺ റഫ. എല്ലാ കണ്ണുകളും എല്ലാ നോട്ടങ്ങളും ഇപ്പൊ റഫയിലേക്കാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഫലസ്തീനികൾ താമസിച്ചിരുന്ന ക്യാമ്പിലേക്ക് ബോംബ് വർഷിച്ച നരാധമന്മാരുടെ നരയാട്ടിനെ കുറിച്ച് അതിനെതിരിൽ ഇങ്ങനെ ഹാഷ്ടാഗുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എത്ര വലിയ പ്രതിസന്ധിക്കിടയിൽ അവർ നിൽക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ആ ഫലസ്തീനികളുടെ മനസ്സിലേക്കാണ്. സേഫ് സോൺ എന്ന് ഇസ്രായേലിനെ തന്നെ വിശേഷിപ്പിച്ച ഇടത്തേക്ക് മാറ്റി താമസിപ്പിക്കപ്പെട്ടിട്ട് പോലും ആ സ്ഥലം നോക്കി അവർ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഭീകരമായ ബോംബിംഗ്, അതിക്രൂരമായ വേട്ടയാടലുകൾ, കുഞ്ഞുമക്കളെന്നോ വൃദ്ധരെന്നോ സ്ത്രീയെന്നോ നോക്കാതെ അതിക്രൂരമായ നരഹത്യ അവിടെ നടക്കുകയാണ്. നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്, റഫയിലേക്ക് ഇനി നിങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകരുത്. അത് പറഞ്ഞതിന്റെ അടുത്ത ദിവസം പോലും ഇവർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് മനുഷ്യരാകെ ഒന്നിച്ചൊരുമിച്ച് താമസിക്കുന്ന ഈ ലോകത്ത് ഇവരെ മനുഷ്യരെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ പിശാചുക്കളാണ്. ഈ മനുഷ്യരെ ഉപദ്രവിക്കുന്ന, അകാരണമായി മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലികൾ പിശാചുക്കളാണ്. ഒരിക്കലും മനുഷ്യരായി നമുക്ക് അവരെ പരിഗണിക്കാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ജസ്റ്റിസ് കോടതി പോലും വിധി പറഞ്ഞൊരിടത്ത് അതിന് പോലും മാനവിക വില കൽപ്പിക്കാതെ പാവപ്പെട്ടവരെ കൊന്നൊടുക്കാൻ അവർ മുതിരില്ലായിരുന്നു എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് എത്രമേൽ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ സയോണിസ്റ്റുകൾ യഥാർത്ഥത്തില്
എല്ലാ ജൂതന്മാരെയും നമ്മൾ മോശക്കാരാണെന്ന് പറയുന്നില്ല. എല്ലാ ജൂതന്മാരും പിശാചുക്കളാണെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. സയനിസ്റ്റുകൾ പിശാചുക്കൾ തന്നെയാണ്. അവരല്ലെങ്കിൽ പിന്നെ മനുഷ്യരൂപത്തിലുള്ള പിശാചുക്കൾ ആരാണ്? അപ്പോഴും നോക്കുന്നത് ഫലസ്തീനികളിലേക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പറയും ഞാനും കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു കഷ്ടപ്പാട് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പോലും നിഷ്ഠൂരമായി കൊന്നുകളയുന്ന നരാധവന്മാരുടെ ഇടയിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? രാത്രി കടന്നുറങ്ങുമ്പോഴേ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു ലോകം, എന്റെ വീട് രാവിലെ ഉണ്ടാകുമോ എന്ന ചിന്തയിലുള്ളൊരു ലോകം, എന്റെ മക്കളും എന്റെ ഇണയും എന്നെ വേർപിരിഞ്ഞു പോകുമോ നാളെ നേരം വെളുക്കുമ്പോഴെന്ന ചിന്തയിലുള്ളൊരു ലോകം. അങ്ങനെ ഒരു ലോകം നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതിനിടയിൽ നിന്നിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട്, എങ്ങനെയാണ് ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയണേ? ഞങ്ങളുടെ ആത്മാവിനെ കൊണ്ട്, ഞങ്ങളുടെ രക്തത്തെ കൊണ്ട് നിന്നെ ഞങ്ങൾ മോചിപ്പിക്കും ഫലസ്തീൻ എന്ന് ആ ഭീകരത നിറഞ്ഞു നിൽക്കുമ്പോഴും, മുമ്പിൽ ബോംബ് പൊട്ടുമ്പോഴും, ഷെല്ലുകൾ വർഷിക്കുമ്പോഴും ആ മനുഷ്യന്മാർക്ക് പറയാൻ കഴിയണമെങ്കിൽ അതിന്റെ ഒറ്റ ആൻസറേ ഉള്ളൂ. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? അതിന്റെ പിന്നിലുള്ള കാരണം അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്, അല്ലാഹുവിലുള്ള ഈമാനാണ്. ആ ഈമാൻ നമുക്കങ്ങ് കിട്ടിയാലേ പിന്നെ ഒന്നും ഒരു പ്രശ്നമല്ല. അതവർ നേരിട്ട് അനുഭവിക്കുന്ന ജനതയാണ് ഫലസ്തീനികൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും ഈ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായ സമയത്തും ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഫലസ്തീനികളുടെ കയ്യിലിരിപ്പാണ്. അവർ ഭീകരവാദികളാണ്. എങ്ങനെയാണ് സ്വന്തം നാടിന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യരെ നമുക്ക് ഭീകരവാദികളായിട്ട് ചിത്രീകരിക്കാൻ പറ്റുക? രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് മഹാത്മാഗാന്ധിയെ പോലും വളരെ മോശമായി ചിത്രീകരിച്ച പ്രധാനമന്ത്രിയുള്ള നാട്ടിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ? അപ്പൊ എടുത്തു പറയണം, അങ്ങനെയാണെങ്കിൽ ഗാന്ധിയോടൊപ്പം ഇന്ത്യ രാജ്യത്ത് പോരാടിയിരുന്നവരും തീവ്രവാദികളും ഭീകരവാദികളുമായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവർ അവർ വീരന്മാരാണ്, ധീരന്മാരാണ്, ദേശസ്നേഹികളാണ്, അല്ലാതെ ഒരു ഭീകരവാദികളല്ല. പക്ഷെ ഇവർക്ക് ഗാന്ധിയെ പറയാൻ പറ്റില്ലല്ലോ. ഇവർക്ക് ഗാന്ധിയെ അറിയില്ല. ഇവർക്ക് ഗാന്ധിയെ അറിയണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിനിമ വേണം. ഇവർക്ക് ആകെ അറിയുന്നത് ഗോഡ്സെയാണ്. പക്ഷേ ഓരോ ഇന്ത്യക്കാരനും ഗാന്ധിയെ അറിയാം. ഇന്ത്യയെ നെഞ്ചിലെത്തിയവന് ഗാന്ധിയെ അറിയാം. അവൻ സ്വന്തം പിതാവിനെ സ്വന്തം അച്ഛനെന്ന് പറയുമ്പോഴും the father of a nation, രാജ്യത്തിനൊരു പിതാവുണ്ട്, അത് ഗാന്ധിയാണെന്ന് മനസ്സിലാക്കുന്നവനാണ് രാജ്യത്ത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന ഓരോ ഭാരതീയനും. ഗാന്ധിയുടെ ഒരു വാക്കുണ്ട്, ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇവർക്ക് ഗാന്ധിയെ പറ്റാത്തത്. അദ്ദേഹം പറഞ്ഞു വെച്ചല്ലോ, ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടൻ എത്രമേൽ പ്രിയപ്പെട്ടതാണോ, ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എത്രമേൽ പ്രിയപ്പെട്ടതാണോ, പാലസ്റ്റൈൻ ബിലോങ്സ് ടു അറബ്സ് ഇൻ ദി സെയിം സെൻസ്. ഇതുപോലെ തന്നെ അറബികൾക്ക് ഫലസ്തീൻ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞു വെച്ചത് മഹാത്മാഗാന്ധി തന്നെയാണ്. 1947 കാലഘട്ടത്തിൽ ഇവിടെ ഏതാണ്ട് 90% മുസ്ലിംകളും ബാക്കി വരുന്ന ക്രിസ്ത്യാനികളും കൂടെ ഐക്യത്തോടെ താമസിക്കുന്നതിനിടയിലേക്കാണ് 54% ലോകത്തിന്റെ പല ഭാഗത്ത് താമസിച്ചിരുന്ന ജൂതന്മാരെ കൊണ്ടുവന്ന് തള്ളുന്നത്. അപ്പോഴും ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നീതിയല്ല. അപ്പോഴും നമ്മുടെ ആളുകൾ ചിന്തിക്കുന്ന കുറെ, ഇത് മുസ്ലിങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്, അവരങ്ങ് അനുഭവിച്ചോട്ടെ എന്നാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല ഫലസ്തീനിൽ ഉണ്ടായിരുന്നത്, അവിടെ ക്രിസ്ത്യാനികളുമുണ്ട്. അവർക്കിടയിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന നല്ല നാളുകളും ഉണ്ടായിരുന്നു എന്നാണ്. അവർക്കിടയിലേക്ക് ബോംബുകൾ വർഷിച്ചും ഷെല്ലുകൾ വർഷിച്ചും ഒരു നാടിനെ ഇല്ലായ്മ ചെയ്യുന്ന ഏറ്റവും നികൃഷ്ടമായ കാഴ്ച നോക്കി നിന്നിട്ട് ഇവരാണത്ര ഭീകരവാദികൾ. ചിരിച്ചു നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാനിങ്ങനെ നോക്കി ഈ ഹാഷ്ടാഗിന് താഴെ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ഈ ഹാഷ്ടാഗിന് താഴെ വന്ന് ചിരി വിതറുന്നവർ, പൊട്ടിച്ചിരിക്കുന്നവർ, തീവ്രവാദികൾ ചത്തൊടുങ്ങി എന്ന് പറയുന്നവർ, സുഡാപ്പികൾ ചത്തൊടുങ്ങി എന്ന് പറയുന്നവർ, നീ വേണമെങ്കിൽ എന്നെയും നിങ്ങൾ ഡാഷ് ഫ്രം എരമം എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല അല്ലെ, ഡാഷ് എന്താ ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല. അങ്ങനെ ഈ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ എന്നെ വിളിക്കുന്നുവെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല, എന്തും വിളിക്കാം. പക്ഷേ നമ്മുടെ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ചിലർ പറയുന്നുണ്ട് ഹമാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അതാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം നാടിന് വേണ്ടി പോരാടുന്നത്, ആ പോരാടി സ്വാതന്ത്ര്യം വരിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കുന്നത് ഹമാസിന്റെ കയ്യിലിരിപ്പാണെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവർ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് വാങ്ങിക്കൂട്ടിയതാണോ ഈ കൊലയും മറ്റു കാര്യങ്ങളൊക്കെ? സ്വയം രക്തസാക്ഷിത്വം വരിച്ച എത്രയെത്ര ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ബ്രിട്ടീഷുകാരാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട എത്രയെത്ര രാജ്യസ്നേഹികൾ ഇവിടെയുണ്ട്. ഭഗത് സിംഗിനെ മറന്നുപോയോ നിങ്ങൾ? കയ്യിലിരിപ്പ് കൊണ്ട് മേടിച്ചതാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്?
ഒരിക്കലും പറയില്ലല്ലോ. അതുപോലെ ഫലസ്തീൻ എന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുമ്പോൾ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്നവരാണ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഫലസ്തീനികൾ. ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്തിനാ ഉസ്താദ്? ഇപ്പൊ അവർക്കും ഇല്ല ഗുണമുണ്ടോ എന്നുള്ളതാണ്. പറയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്താണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു ഉമ്മത്തിനെങ്കിലും ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുഞ്ഞു മക്കളെ പോലും നോക്കാതെ, ഇതാണ് ഏറ്റവും വലിയ സങ്കടം. ചെറിയ കുഞ്ഞുങ്ങളെ പോലും മൈൻഡ് ചെയ്യാതെ കൊന്നൊടുക്കിയിട്ട് ഏറ്റവും വലിയ നരാധമന്മാരായി അവരിങ്ങനെ വിലസാൻ. എന്നിട്ട് അവരാണ് അത്ര ലോകത്തിലെ സമാധാനത്തിന്റെ വെന്നിക്കുടി പാറിക്കുന്നവർ. ഈ ഇറാഖിലേക്ക് അമേരിക്ക നായാട്ടിനിറങ്ങിയ ഒരു സംഭവമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. അന്ന് ബുഷ് പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്, എന്നോട് ദൈവം കൽപ്പിച്ചു ഇറാഖിനെ ഒന്ന് നന്നാക്കാൻ, ഇറാഖിലെ മോശം അവസ്ഥകളെ മാറ്റിമറിക്കാൻ എന്നോട് കൽപ്പിച്ചത് ദൈവമാണെന്ന്. എല്ലാ ഫാസിസ്റ്റുകളെയും നിങ്ങൾ നോക്കിക്കോ, ദൈവത്തെ കൂട്ടുപിടിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നവരാ അല്ലെ? അത് നമ്മുടെ രാജ്യത്താണെങ്കിലും പുറത്താണെങ്കിലും ഫാസിസ്റ്റുകളുടെ ഏറ്റവും നികൃഷ്ടമായ ഒരു സ്വഭാവമാണ് ദൈവത്തെ കൂട്ടുപിടിച്ച് രാജ്യത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഫാസിസ്റ്റുകളുടെ തലവനായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അവനും പ്രയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം എന്താണ്? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പേര് പറയുമ്പോൾ ആ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ അവരോടൊപ്പം കൂടുമല്ലോ. അവിടെ തങ്ങൾക്കൊരു വലിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാം, തങ്ങൾക്ക് വലിയ ആധിപത്യം അവിടെ സ്ഥാപിക്കാം, എന്നെന്നും അത് നിലനിർത്താൻ കഴിയുമെന്ന് സ്വപ്നം കാണുന്ന ഏറ്റവും നികൃഷ്ടരായ ജന്മമാണത് ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നെന്ന് നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്നവനല്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് അനുകൂലമായ ഭരണം നീ നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് അനുകൂലമായ ഭരണം നീ നൽകണേ റഹ്മാനെ. അങ്ങനെ ഇറാഖിലേക്ക് ഇവർ കടന്നു ചെല്ലാൻ, സ്വന്തം നാട്ടിലേക്ക് കുറെ ആളുകൾ വരിക, അവരുടെ ഏറ്റവും വലിയ സ്രോതസ്സായ എണ്ണ അത് കൈയടക്കി വെക്കുക, സ്വന്തം സഹോദരങ്ങളെപ്പോലും സഹോദരിമാരെപ്പോലും ബലാത്സംഗം ചെയ്ത് പിച്ചിച്ചീന്തുന്നതും നോക്കി നിൽക്കേണ്ടി വന്ന ഒരു ജനതയുടെ അവസ്ഥ. എന്നിട്ട് ഈ അമേരിക്ക ലോക പോലീസായി ലോകത്തെ ഏറ്റവും വലിയ മാന്യന്മാരായിട്ട് ചമയ. ഇതല്ലേ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതേ സംഭവം തന്നെ ഇസ്രായേലികൾ ഫലസ്തീനികളോട് ചെയ്യുമ്പോൾ ഇസ്രായേലികൾ എങ്ങനെയാണ് ന്യായത്തിന്റെ ആളുകളും അമേരിക്ക എങ്ങനെയാണ് ന്യായാധിപന്മാരും ഈ ഫലസ്തീനികളും ഈ ഇറാഖികളും എങ്ങനെയാണ് തീവ്രവാദികളുമായി ചേരുന്നത്? ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഇടയിലുള്ള ഒരു പ്രശ്നം ഇവർ മുസ്ലിങ്ങളായി പോയി എന്നതാണോ? 1948 ഇത് സ്ഥാപിതമാകുമ്പോൾ അന്ന് ഗാന്ധി പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്, ജൂതന്മാർ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഹിറ്റ്ലറുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് യാതനകൾ അനുഭവിച്ചവരാണ് ജൂതന്മാർ. പക്ഷേ അക്കാരണം കൊണ്ട് ഇവിടെ ഒരു റിലീജിയസ് ആക്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പാടില്ല. ഈ ബോംബിംഗ് നടത്തിയിട്ട് നിങ്ങളിത് നിങ്ങളുടെ മതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഫലസ്തീൻ ഞങ്ങൾ പിടിച്ചടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴും നിങ്ങളിത് ബോംബിംഗ് നടത്തിയോ, നിങ്ങളിവിടെ ഷെല്ലാക്രമണം നടത്തിയോ, ആളുകളെ കൊന്നൊടുക്കിയിട്ടല്ലോ അത് ചെയ്യേണ്ടത്. അറബികളുടെ സമ്മതമില്ലാതെ ആ മണ്ണിൽ നിങ്ങൾക്ക് കാൽ ചവിട്ടാൻ അവകാശമില്ല എന്ന് പറഞ്ഞു വെച്ചത് മഹാത്മാഗാന്ധിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗാന്ധി ഇവർക്ക് വിലയില്ലാതായി പോയത്. ഇവർക്ക് വലുത് ഇപ്പോഴും നാഥുറാം ഗോഡ്സെ തന്നെയാണ്. 1947 8 നടന്നത് ഏറ്റവും വലിയ കൊടും ചതിയാണ്. അതിനു മുൻപ് നമ്മളിങ്ങനെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 1917 ബാൽഫർ ഉടമ്പടി നടന്നൊരു സംഭവം ഉണ്ടല്ലോ. ബാൽഫർ ഉടമ്പടിയെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ജൂതന്മാർ ഇങ്ങനെ കടന്നു വന്ന് ഒരു നാട്ടിലേക്ക് ചേക്കേറുക, ഫലസ്തീനികളുടെ കുടുംബത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കുക. ഇടയ്ക്ക് ഞാനൊരു കാര്യം ഉണർത്താണ്. 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. ഒന്നാം ലോക മഹായുദ്ധം. ഈ ഒന്നാം ലോക മഹായുദ്ധ വേളയിൽ മുസ്ലിംകൾക്കിടയിൽ കുറച്ചെങ്കിലും അവരെ ഒന്നിപ്പിച്ച് നിർത്തിയിരുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു നേതൃത്വമായിരുന്നു ഉസ്മാനിയ ഖിലാഫത്ത്, ഒട്ടോമൻ എംപയർ എന്ന് പറയുന്നത് അല്ലെ? ഈ ഒട്ടോമൻ തുർക്കികളെ തകർത്താലേ മുസ്ലിംകളെ ഭിന്നിപ്പിക്കാൻ പറ്റുള്ളൂ. മുസ്ലിംകൾ ഭിന്നിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഫലസ്തീനികൾ അനുഭവിക്കുന്നത്. അതായത് ഈ മുസ്ലിംകൾ ഭിന്നിക്കാൻ കാരണം ആരായിരുന്നു? അതാണ് ഏറ്റവും വലിയ രസം. അന്ന് ഭരണം നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട ധീരനായ സുൽത്താൻ അബ്ദുൽ ഹമീദ്. അദ്ദേഹം വലിയ മഹാനായിരുന്നു, സൂഫിയായിരുന്നു, പോരാളിയായിരുന്നു, എല്ലാം കൊണ്ടും മുസ്ലിം ഉമ്മത്തിന് ആപ്റ്റായ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ താഴെ ഇറക്കണം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരിക്കലും ജൂതന്മാർക്ക് ഫലസ്തീൻ വിട്ടുകൊടുക്കാൻ പറ്റൂല. അത് പറഞ്ഞപ്പോ തന്നെ ഇയാളെ താഴെ ഇറക്കണം. ഇയാളെ താഴെ ഇറക്കണമെങ്കിൽ ആരെ കൂട്ടുപിടിക്കണം? അറബികളെ കൂട്ടുപിടിക്കണം. അറബികളെ കൂട്ടുപിടിക്കണം. അറബ് മേലാളന്മാരുടെ തിണ്ണകൾ നിറങ്ങിയിട്ടുണ്ട് ജൂതപരീക്ഷകൾ. അവിടെ നിന്ന് അവരുടെ സമ്പത്തിനും അധികാരത്തിനും വേണ്ടി ഓച്ചാനിച്ച് നിന്നിട്ടുണ്ട് അറബ് രാഷ്ട്രങ്ങൾ. ഇല്ല എന്ന് പറയട്ടെ, അറബ് രാഷ്ട്രങ്ങൾ ആ സമ്പത്തിനും അധികാരത്തിനും വേണ്ടി
ജൂതന്റെ കാല് നക്കിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഫലസ്തീനികൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറബികൾക്ക് ഈ വിഷയത്തിൽ കാമ പറയാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ ഇരു ഹറമുകളുള്ള നാടാണ്. വല്ലാത്ത വേദനയാണ്. എന്താണ് ഫലസ്തീനികൾക്ക് വേണ്ടി ചെയ്തത്? കൊല്ലം തോറും റൊട്ടിയും പാലും കൊടുത്തത് കൊണ്ടാണ്. റൊട്ടിയും പാലും കൊടുക്കാൻ ആരെ കൊണ്ടും പറ്റും സഹോദരങ്ങളെ. നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ, നിങ്ങളൊന്ന് ഊതിയാൽ പറക്കുന്നത്രയേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. എന്തേ നിങ്ങൾക്ക് പറ്റുന്നില്ല? എന്തേ പറ്റുന്നില്ല? നിങ്ങൾ വെറും അടിമകളായി പോയിട്ടുണ്ട്. അമേരിക്കയുടെ ഇസ്രായേലിന്റെ വെറും അടിമകളായി അറബ് രാഷ്ട്രങ്ങൾ മാറിയിട്ടുണ്ട്. എന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിടയിലെ മേലാളന്മാർ, നിങ്ങൾക്കിടയിലെ ഉമറാക്കൾ, നിങ്ങൾക്കിടയിലെ ഉലമാക്കൾ മുസ്ലിംകളുടെ ശത്രുവിന്റെ കാല് നക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. നേർക്കാഴ്ച എന്നോണം നമ്മൾ കാണുന്നില്ലേ? നേർക്കാഴ്ച എന്നോണം കാണുന്നില്ലേ? അന്ന് ഈ ഉമ്മത്തിനിടയിൽ ചില ആളുകൾ പാരവെപ്പ് നടത്തിയതിന്റെ ഫലമാണ് ഉസ്മാനി ഖിലാഫത്ത് തകർന്നത്. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് പിന്നിൽ ഒരുപാട് റീസണുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇസ്ലാമിക ഖിലാഫത്ത് തകർക്കുക എന്നുള്ളതായിരുന്നു. ചരിത്രം ശരിക്ക് പഠിച്ചവർ, 9 ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് മാത്രമായില്ല, ശരിക്ക് ചരിത്രം പഠിച്ചവർ അവർക്ക് മനസ്സിലാവും. ശരിക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഇസ്ലാമിക ഖിലാഫത്ത് തകർക്കുക എന്നുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രഥമ ലക്ഷ്യമായിരുന്നു. ഏതെങ്കിലും ഒരു ലക്ഷ്യമാണ് ഞാൻ പറയണില്ല, പ്രഥമ ലക്ഷ്യം ഉള്ളിന്റെ ഉള്ളിൽ ഇത് തന്നെയായിരുന്നു. തകർന്നു, മുസ്ലിം ഖിലാഫത്ത് തകർന്നു. ഒറ്റുകാര് നമുക്കിടയിൽ തന്നെ ഉണ്ട്. ഒറ്റുകാർ നമ്മളെ ഒന്ന് ഒറ്റിയതാരാണ്, വേറെ ആരെങ്കിലും അല്ല. ഈ ഇസ്ലാമിക ഖിലാഫത്തിനെ ഒറ്റുകൊടുത്തത് അറബികളാണ്. അറബികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, മുസ്ലിം മേലാളന്മാരാണ്, മുസ്ലിം ഉമറാക്കളാണ്, ഉമ്മത്തിനെ ചേർത്ത് പിടിക്കേണ്ടവരാണ്. നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ടാകും ഒറ്റുകാർ. അതിനൊന്നും നേരം കളയാതെ ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഇനി എപ്പോഴാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട? നമുക്കിടയിൽ വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാവും, എന്തുണ്ടായിക്കോട്ടെ, പൊതുവിഷയങ്ങളിൽ ഒന്നിക്കാന്നേ. വ്യത്യസ്ത ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മളായിട്ട് നടക്കുക. നമ്മൾ പുറത്തു നിന്നിട്ട് ഐക്യം പറയും, മാറി നിന്നിട്ട് നീ മുശ്രിക്കും കാഫിറാണെന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇത് ഏറ്റവും നെറികെട്ട സ്വഭാവം. ഇവിടെ പരസ്പരം മുസ്ലിം ആണെന്നെങ്കിൽ അംഗീകരിക്കട്ടെ. പരസ്പരം മുസ്ലിം ആണെന്ന് അംഗീകരിച്ചാലല്ലേ മുസ്ലിം ഐക്യം ഇവിടെ യാഥാർത്ഥ്യമുള്ളൂ അല്ലേ? പൊതുവിഷയങ്ങൾ വരുമ്പോൾ മുസ്ലിങ്ങളെല്ലാം ഒന്നിക്കണം എന്ന് പറയും, മാറി നിന്നിട്ട് നീ കാഫിറാണ്, നീ മുശ്രിക്കാണെന്ന് പറയാം. എത്ര മോശം! ഞാൻ പറഞ്ഞത് ഒറ്റുകാർ നമുക്കിടയിലുണ്ട്. ഒരു ചാനൽ ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ 5-6 മാസം പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ തീവ്രവാദിയല്ല എന്ന് തെളിയിക്കാൻ മഅദനിയെ വേണമെങ്കിൽ നമ്മൾ തീവ്രവാദിയാക്കും. ഞങ്ങൾ തീവ്രവാദിയല്ല എന്ന് തെളിയിക്കാൻ വേണമെങ്കിൽ ഹമാസിനെ നമ്മൾ തീവ്രവാദി എന്ന് പറയും. എന്തിനത്? നിങ്ങൾ തീവ്രവാദികളല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കൂ, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ശരീരത്തിലേക്ക് അത് ഇട്ടുകൊടുക്കല്ല വേണ്ടത്. അത് മുസ്ലിമിനെ യോജിച്ചതല്ല. ഈ ഒരു തരം പാരവെപ്പാണ് മുസ്ലിംകളെ തകർത്തത്. മുസ്ലിം ഉമ്മത്ത് എവിടെയെല്ലാം തകർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരം കുത്തിത്തിരിപ്പുകാരെ നിങ്ങൾക്ക് കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉമ്മത്തിന് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1917 ഈ ബാൽഫർ അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ പിന്നിലൂടെ കുറച്ച് ചരിത്രങ്ങളുണ്ട്. നമുക്കറിയാം, ദ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അറബ് നാടുകളിലൂടെ ഇങ്ങനെ നടന്നിരുന്നു. ജേർണലിസ്റ്റാണ്. അറബ് നാടുകളിലൂടെ നടന്നിട്ട് അറബ് മേലാളന്മാരെ കണ്ടു. നമുക്ക് എങ്ങനെങ്കിലും സുൽത്താൻ അബ്ദുൽ ഹമീദിനെ പുറത്താക്കണം, ഫലസ്തീൻ പിടിച്ചടക്കണം, ഇത് ജൂതന്മാർക്ക് കൊടുക്കണം, നിങ്ങൾ കൂടെ നിൽക്കോ, നിങ്ങൾക്ക് അധികാരം തരാം. ഇന്ന് അറേബ്യയുടെ അധികാരം പലരുടെയും കയ്യിലുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഇസ്രായേലിന് ഫലസ്തീൻ വിട്ടുകൊടുക്കാൻ സമ്മതിച്ചതാണ്. ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നോട് എന്ത് ദേഷ്യപ്പെട്ടാൽ എനിക്കൊരു വിരോധമില്ല. ചരിത്രമാണ് ഞാൻ പറയുന്നത്, ചരിത്രമാണ്. ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ചരിത്രമാണ്. വേറെ ഒരുപാട് വായനയുടെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അത് കയ്യിലേക്ക് കിട്ടുന്ന ചരിത്രമാണ്. അപ്പൊ നമുക്കിടയിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നും ഐക്യം നൽകുമാറാകട്ടെ. പുള്ളി പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്, നമ്മുടെ മനസ്സിൽ അത് കൊത്തിയിടേണ്ടത് വാക്കാണത്. The Arabs are less stable than the Turks. ഈ തുർക്കികളെക്കാളെ അറബികൾ ഇച്ചിരി ആടുന്ന ടൈപ്പാണ്. നീ മരിക്ക് വലിയ ബലമൊന്നുമില്ല, ഇച്ചിരി പൈസ എറിഞ്ഞാല് ഇച്ചിരി അധികാരം കൊടുത്താൽ അമ്മാരിങ്ങനെ ആടി നിൽക്കുന്ന ടീമാ. വലിയ ഈമാനൊന്നുമില്ല, ജൂതന പറയണത്. വലിയ ഈമാനൊന്നുമില്ല. എന്നിട്ട് പറയുന്ന വാക്ക് നോക്കിയേ, if properly handled they would remain the state of political mosaic, it ensures small serious principalities, അതുപോലെ തന്നെ incapable of cohesion. കൃത്യമായിട്ട് ഇങ്ങനെ വിശദമായി പറഞ്ഞു പോകുന്നുണ്ട് ആ മനുഷ്യൻ. അയാളുടെ ഒരു കത്ത് പിൽക്കാലത്ത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത്, നമ്മൾ കുറച്ച് പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്, നമ്മളൊന്ന് ബുദ്ധിപരമായി കളിച്ചാൽ ഇവരെ നമുക്ക് ഭിന്നിപ്പിക്കാം. when the war broke out an urgent need to divide Islam എന്നാണ്. യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇസ്ലാമിനെ ഭിന്നിപ്പിക്കണം. ഇസ്ലാമിനെ ഭിന്നിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് ആളുകൾ വേണ്ട, നമുക്കിടയിൽ തന്നെ ആളുകളുണ്ട് അല്ലേ? നമുക്കിടയിൽ ആളുകളുണ്ട്.
ഇസ്ലാമിനെ ഭിന്നിപ്പിക്കാൻ നമുക്കിടയിൽ ആളുകളുണ്ട് എന്ന് ജൂതന്മാർ മനസ്സിലാക്കി. അതിന്റെ ഫലമാണെന്ന് ഫലസ്തീനികൾ അനുഭവിക്കുന്നത്. നമുക്ക് കൈ കഴുകി പോരാൻ പറ്റൂല. അറബികളെ, നിങ്ങൾ കാമ പറയാതെ മിണ്ടാതിരുന്നത് കൊണ്ട്, നിങ്ങൾ കൊല്ലം കൊല്ലം റൊട്ടിയും പാലും അയച്ചത് കൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പിന്മാറാൻ കഴിയില്ല. നിങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് പറയാതെ വയ്യ. അള്ളാഹു ഉമ്മത്തിന് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഇന്ന് സമുദായം അനുഭവിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗതികേടാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. AD 637 ഹിജ്റ 18 മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്തിന്റെ അതിമനോഹരമായ ഒരു കാലഘട്ടം. എത്ര സുന്ദരായിരുന്നു. ആ സമയത്താണ് ഉമർ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കുന്നത്. ബൈത്തുൽ മുഖദ്ദസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വരികയാണ്. അപ്പൊ ഉമറിനെയും കാത്തിങ്ങനെ റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്മാരും, അന്ന് അധിപൻ ഉമറായിട്ടുണ്ട്, റോമാ സാമ്രാജ്യത്തിലെ സാമന്ത രാജാക്കന്മാരും കൊട്ടാരം പാതിരിമാരും ബിഷപ്പുമാരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കാൻ. ഫലസ്തീന്റെ അധികാരം കയ്യിലേക്ക് ഏൽപ്പിക്കണം, ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി കയ്യിലേക്ക് കൊടുക്കണം. അപ്പോഴാണ് അബൂ ഉബൈദയോടൊപ്പം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വരുന്നത്. കയ്യിലൊരു ഒട്ടകം മാത്രമേ ഉള്ളൂ. അബൂ ഉബൈദ ചോദിക്കുന്നുണ്ട്, ഉമർ ഇതെന്ത് കോലം? അങ്ങ് അമീറുൽ മുഅ്മിനീൻ അല്ലേ? അങ്ങയുടെ വേഷം എന്താണിത്? ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ മുറിപ്പാടുകൾ, വസ്ത്രം മുഴുവൻ കീറിപ്പറഞ്ഞിട്ട് തുന്നിക്കെട്ടി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ. അങ്ങൊരു വലിയ രാജാവാണ്. അങ്ങയെ ഭയന്നാണ് ഈ കാണുന്ന റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്മാര് പോലും നിൽക്കുന്നത്. അങ്ങേക്ക് ഇച്ചിരി നല്ല വസ്ത്രം ധരിച്ചുകൂടെ യാ അമീറുൽ മുഅ്മിനീൻ? അബൂ ഉബൈദ, നിങ്ങൾ പറഞ്ഞത് നന്നായി, വേറെ ആരെങ്കിലും ആണെങ്കിൽ തല ഞാൻ എടുത്തേനെ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ അഭിമാനം വസ്ത്രങ്ങളിലല്ല. വസ്ത്രങ്ങളുടെ പളപളപ്പ് നോക്കിയിട്ട് എന്നെ ആരും വിലവെക്കണ്ട. എന്റെ ഇസ്സത്ത് ഇസ്ലാമിലാണ്, ഖുർആനിലാണ്, ഹദീസിലാണ്, ഇജ്മാഇലാണ്, ഖിയാസിലാണ്. ഇല്ലേ, നമ്മുടെ ഇസ്സത്ത് ഇസ്ലാമിലാണെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ ഇസ്സത്ത് എനിക്ക് ഇസ്ലാമാണെന്ന് തോന്നുമ്പോഴേ എനിക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇസ്ലാമിലൊന്നും വലിയ കാര്യമില്ല. ഇസ്ലാമിക കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ എനിക്കൊരു നാണക്കേട്. എന്റെ ഡ്രസ്സിലും എന്റെ ഒരു ഔട്ട്ഫിറ്റിലും എന്റെ കാറിലും ഒക്കെയാണ് എനിക്ക് വലിപ്പെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിന്നെ പിന്നെ ഒന്നിനും പറ്റൂല. നമ്മളെ അല്ലാഹു തരം താഴ്ത്തി കളയുമെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് വിലയില്ലാതായി? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തില്ലാതായത് എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? ഇസ്ലാമിന് നമുക്ക് വാല്യൂ ഉണ്ടോ? ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ വരുമ്പോ ഇസ്ലാം എന്ത് പറഞ്ഞു ചിന്തിക്കാറുണ്ടോ? അള്ളാഹു എന്ത് പറഞ്ഞു, അവന്റെ ദൂതൻ എന്ത് പറഞ്ഞു? വേണ്ട, നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണം എടുത്തു നോക്കി. ഒരു കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ, പേക്കൂത്തുകൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് അല്ലെ? അള്ളാഹുവും അവന്റെ ദൂതനും പറഞ്ഞതുപോലെയാണ് നമ്മൾ നിക്കാഹ് നടത്തുന്നത്? അല്ലല്ലോ. പേരിനൊരു നിക്കാഹ് എന്ന് പറഞ്ഞ ചടങ്ങും ബാക്കിയൊക്കെ പേക്കൂത്തുകളും. പിന്നെ എവിടെ നിന്നാ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുക? ഞാൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. കല്യാണമൊക്കെ ഇത്തിരി വിശദമായിട്ട് പറയാനുണ്ട്. അപ്പോ ഇസ്ലാം നിങ്ങൾക്ക് ഇസ്സത്ത് അല്ലാതായി കഴിഞ്ഞാൽ അബൂ ഉബൈദ, നമ്മളെ അല്ലാഹു തരം താഴ്ത്തിക്കളയുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇങ്ങനെ പാത്രിയാർക്കീസ് ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉമർ വരുന്നുണ്ട്. വേഗം ഉമർ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് വരുന്നു. താഴെ ഒരാൾ ഇങ്ങനെ വടിയും പിടിച്ച് നടപ്പുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ നോക്കുന്നത്. അല്ലല്ലല്ല, ഒട്ടകപ്പുറത്തിരിക്കണതല്ല ഉമർ. ഒട്ടകപ്പുറത്തിരിക്കുന്നത് ഗവർണറായ അബൂ ഉബൈദയാണ്. താഴെ വടിയും പിടിച്ച് നടക്കുന്ന മനുഷ്യനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമറിനെ കണ്ടപ്പോ വിറച്ചങ്ങനെ നിന്നോയിട്ടുണ്ട്. കയ്യില ആയുധങ്ങളില്ല, വലിയ ഡ്രസ്സുകളൊന്നുമില്ല, കോടികൾ മുടക്കിയ ഔട്ട്ഫിറ്റുകളൊന്നും ഉമറിനൊന്നില്ല. ഒരു സാധു മനുഷ്യൻ ആ ഉമറിനെ കണ്ട് വിറച്ചു നിന്നിട്ടുണ്ട്. കയ്യിൽ ഈമാനുള്ളതുണ്ട്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് അതാണ്. ഫലസ്തീനികളുടെ കയ്യിൽ ഉള്ളതാണ്, നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയതാണ്. അതല്ല ഇപ്പോഴും അവർക്ക് ചിരിക്കാൻ പറ്റുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നടന്നിങ്ങനെ കാണുന്നതിനിടയിൽ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ അടുക്കൽ എത്തുമ്പോൾ ബാങ്ക് വിളിക്കുന്നുണ്ട്. അങ്ങ് ഇവിടെ കയറി നിസ്കരിച്ചാലും? ഇല്ലല്ലല്ല, ഞാനില്ല, വേറൊന്നുമല്ല. എന്റെ സമൂഹം വരുമ്പോ ഇത് ഉമർ നിസ്കരിച്ച പള്ളിയാണെന്ന് പറഞ്ഞ് പിന്നത് പിടിച്ചെടുക്കാൻ നോക്കിയാൽ അള്ളാന്റെ അടുക്കൽ ഞാൻ എന്ത് ഉത്തരം പറയുമെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നീതിയുടെ കാഴ്ച അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പഠിക്കണം. സയ്യിദുന ഉമർ എവിടെ? ആ ഒരു നമുക്ക് ഉമറിന്റെ പേര് പറയുമ്പോൾ നമുക്കൊരു ആവേശം വരുന്നില്ല. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു, നീതിയുടെ മനോഹരമായ കാഴ്ച. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മസ്ജിദുൽ അഖ്സ കുരിശ് യുദ്ധത്തിലൂടെ തട്ടിയെടുക്കുന്നുണ്ട്.
88 കൊല്ലങ്ങൾക്ക് ശേഷം പിന്നീട് ഇസ്ലാം കണ്ട ഒരു നവോത്ഥാന നായകൻ സയ്യിദി സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ പറയുന്നില്ലേ, മിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളിൽ ചില ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾ ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളിൽ ചില ആൺകുട്ടികളുണ്ട്. അത്തരം ഒരു ആൺകുട്ടിയായിരുന്നു സയ്യിദി സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. മൻ ഖളാ നഹ്ബ, നേർച്ച വീട്ടിപ്പോയവരുണ്ട്, ഇനി നേർച്ച വീട്ടാനിരിക്കുന്നവരുണ്ട്. ഖുർആന്റെ പ്രയോഗമാണത്. എന്ന് പറഞ്ഞാൽ ഇത് ഇവിടം കൊണ്ടൊന്നും തീരൂല. മുഅ്മിനീങ്ങൾ അനുഭവിക്കും, മുഅ്മിനീങ്ങൾ അനുഭവിക്കും. കാരണം അവർ അല്ലാഹുവിന് അത്രമേൽ പ്രിയപ്പെട്ടവരാ. അവർക്ക് എപ്പോഴും ചിലപ്പോൾ സുഖാഡംബരങ്ങളിൽ കഴിയാൻ പറ്റിക്കൊള്ളുന്നില്ല. അള്ളാഹുവിലേക്ക് അടുക്കും തോറും പരീക്ഷണങ്ങൾ കൂടുക, കുറയല്ലേ ചെയ്യാം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടുമെത്തിൽ കിടന്നുറങ്ങിയേനെ. ആഗ്രഹിച്ചില്ല മുത്തുനബി തങ്ങൾ. അള്ളാഹുവിലേക്ക് അടുക്കും തോറും പരീക്ഷണങ്ങൾ കൂടുക. ആ കൂടി വരുന്ന സമയത്ത് ഈമാനുള്ളവൻ മനസ്സിലാക്കുക, അവനിങ്ങനെ ചിരിക്കുന്നുണ്ട്, ഞാൻ എന്റെ റബ്ബിലേക്ക് അടുക്കാണല്ലോ, ഞാൻ എന്റെ റബ്ബിലേക്ക് അടുക്കാണല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ നമ്മൾ ചിന്തിക്കണത്, പടച്ചോൻ എന്നെ നീ കൈവിട്ടോ, അല്ലാ സുഖം വരുമ്പോ പടച്ചോൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലല്ലല്ല, നമ്മൾ നേരെ തിരിച്ചാ മനസ്സിലാക്കിയിട്ടുള്ളത്. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണപ്പോഴും അതിനിടയിൽ നിന്ന് കാല് വലിച്ചു വരുമ്പോ ഒരു കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി ഇങ്ങനെ മറയുന്നുണ്ട്. ആസിയ റളിയല്ലാഹു അൻഹ, സയ്യിദത്തുനാ ആസിയ ഫിർഔന്റെ ഭാര്യയാണ്. കൊട്ടാരത്തിൽ വെച്ചിട്ട് ആസിയ ബീവിയുടെ ശരീരത്ത് ഓരോ ഇഞ്ചിലും ആണിയടിച്ച് ഇങ്ങനെ കയറ്റുന്നുണ്ട്. ശരീരത്തിൽ ആണിയടിക്കാണ്. സഹിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. പുരുഷന് പറ്റുമോ? ആർക്കും പറ്റൂല. ശരീരത്തിൽ ഇങ്ങനെ ആണിയടിച്ച് കയറ്റുമ്പോ ഒരെണ്ണം സഹിക്കാൻ പറ്റാത്തടത്താണ് ശരീരം മുഴുവൻ ആണി ഇങ്ങനെ അടിക്കുമ്പോ ആസിയ ബീവി ചിരിക്കുകയാണ്. വല്ലാത്തൊരു ചിരി. മുഖത്ത് കരച്ചിൽ വരണില്ല, പൊട്ടിക്കരയുന്നില്ല, അലറി വിളിക്കുന്നില്ല, ചിരിക്കുക. ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ആസിയ നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? മുഫസ്സിറുകൾ പറയുന്നത് കാണാം, ഞാൻ സ്വർഗം കാണുന്നുണ്ട്, ഞാൻ സ്വർഗം കാണുന്നുണ്ട്. റബ്ബി ബിനിലി ബൈതൻ ഫിൽ ജന്ന. റബ്ബ്, ആ പ്രയോഗം നോക്ക്. അല്ലാഹു എനിക്ക് സ്വർഗം തരുമെന്നല്ല, റബ്ബ് എന്റെ നാഥൻ, എന്റെ രക്ഷിതാവ്, പടച്ചോനെ ഇതിനൊക്കെ പകരമായിട്ട് എനിക്ക് സ്വർഗം തരണേ. സ്വർഗല്ല, അവിടെ യഥാർത്ഥത്തില് അല്ലാഹു ഒരു ലഹരിയായി മാറും. സ്വർഗം എന്നത് പടച്ചോന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്കും അപ്പുറം നാഥനായ റബ്ബിനെ സ്നേഹിച്ചു കഴിഞ്ഞാല് എനിക്കെല്ലാം കിട്ടും. നാഥനായ റബ്ബിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദനകൾ അറിയില്ല, ഒരു പ്രയാസം അറിയില്ല. അതുകൊണ്ടല്ലേ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ കാലിൽ അമ്പ് തറച്ചു, അമ്പൂരി എടുക്കാൻ നേരത്ത് മഹാനവറുകൾ വേദന അറിഞ്ഞിട്ടില്ല. എന്തേ അറിയാതെ പോയത്? അള്ളാഹുവിനെ പ്രണയിച്ചുകൊണ്ടുള്ള നിസ്കാരം, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള നിസ്കാരം. അപ്പൊ നമ്മുടെ നിസ്കാരവും നമ്മുടെ അമലുകളും എവിടെയാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പറഞ്ഞു വന്നത് 88 വർഷങ്ങൾക്കിപ്പുറം സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി വരെയാണ്. കുരിശ് യോദ്ധാക്കൾ അവിടെ ക്രൂരമായ വേട്ടയാടലുകൾ നടത്തിയിട്ടുണ്ട്. പോപ്പ് അർബൻ അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ അയച്ചൊരു കത്തുണ്ട്. അവിടെ പറയുന്നത്, ഇവിടെ നമ്മുടെ കുതിരകളുടെ കുളമ്പുകൾ നനഞ്ഞു നിൽക്കുന്നത് മുസ്ലിംകളുടെ ചോരയിലാണെന്നാണ്. അവിടെ നിന്നാണ് സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് ശത്രുക്കളിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ഏറ്റെടുക്കുന്നത്, അവിടെ നിന്ന് അധികാരം ഏറ്റെടുക്കുന്നത്. അന്ന് മനോഹരമായി സലാദിനെ കുറിച്ച് യൂറോപ്യൻസിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുസ്ലിമാണ്, സ്വലാഹുദ്ദീൻ എന്ന് രേഖപ്പെടുത്തിയില്ല അവർ. സലാദിനെ കുറിച്ച് അവർ പറഞ്ഞു വെച്ചത് മനോഹരമായ കാര്യമാണ്. സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞ വാക്ക്, സ്ത്രീകളെ, അബലരെ, അനാഥരെ, അഗതികളെ, വൃദ്ധരെ തൊട്ടുപോകരുത്, അവരെ നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറ്റണം. യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന പട്ടാളക്കാരുണ്ട്, അവരോട് പറയാം, നിങ്ങൾ തിരിച്ചു പോയിക്കോ, പോകാനുള്ള പണം ഞാൻ തരാം. സയ്യിദി സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി നീതിയുടെ ഭാഗം, നീതിയുടെ പക്ഷം എന്താണെന്ന് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇവിടെയാണ് ഇസ്ലാമിന്റെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിനപ്പുറം ഒരിക്കലും ഇസ്ലാമിന് പോകാൻ കഴിയില്ല എന്നാണ്. ആക്രമിക്കാൻ വന്നാൽ നമ്മൾ വെറുതെ കൈ കെട്ടി നിൽക്കണം എന്നല്ല ഈ പറയുന്നത്. ഇത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രതികരിക്കണം, പ്രതികരണ ശേഷി ഇല്ലാത്തവരായി മാറുകയും ചെയ്യരുത് എന്നാണ് അള്ളാഹുവിന്റെ അധ്യാപനം. പക്ഷേ അകാരണമായി വേദനിപ്പിക്കുന്നവരല്ല മുസ്ലിംകൾ. അതാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതും അബലരെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ തുടരുത്, തൊട്ടുപോകരുതെന്ന ആജ്ഞയുണ്ട്. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. അപ്പൊ നീതിയുടെ പക്ഷത്ത് ഇത്തിരെങ്കിലും നീതിബോധം മനസ്സിലുണ്ടെങ്കിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറയും, അതെ, ഫലസ്തീനികൾ അവർ പോരാടുന്നത് അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ്, അവർ പിറന്ന മണ്ണിന് വേണ്ടിയാണ്. ഇസ്രായേലികൾ അധിനിവേശത്തിന് വേണ്ടി ഇറങ്ങിയവരാണ്.
അവർ അധിനിവേശം നടത്തുകയാണ്. വർഗീയമായ ഉന്മൂലനമാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ നീതിബോധമുള്ളവരൊക്കെ ഫലസ്തീനികളോടൊപ്പം നിൽക്കുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ധാർമ്മികമായ യുദ്ധം എന്ന് പറയുന്നത് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ഭഗവത്ഗീത വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ ധാർമ്മികമായ ഒരു യുദ്ധത്തിലാണ്. ഇവർക്കൊന്നും കാമാമിണ്ടാൻ അവകാശമില്ല. ഞാൻ എപ്പോഴും ഉദ്ധരിക്കാറുണ്ട്, കഥം ഭീഷ്മമഘം സംഘേ ദ്രോണം ച മധുസൂദന ഇശുദ്ധി പ്രത്യോത്സ്യാമി പൂജ്യാർഹവരിസൂദന. അർജുനനും പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ എന്റെ ഭീഷ്മ പിതാമഹന്റെ തല പിളർക്കും, അങ്ങനെ അവരുടെ തല നോക്കി ഞാൻ എങ്ങനെ അമ്പെയ്യും, എന്റെ പിതാമഹൻ, എന്റെ അച്ഛൻ, ഞാൻ എങ്ങനെ എന്ത് ചെയ്യും. ഇപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട്, ക്ലൈഭ്യം മാസ്മഘമപാർച്ച നയേതത്ര യുവപദ്യതേ ക്ലിഷ്ടം ഹൃദയ ദൗർബല്യം തിക്തോതിഷ്ഠ പരന്ധവ. യുദ്ധമുഖത്ത് നിന്നിട്ട് ഈ വർത്താനം പറയരുത്. ഇത് ധാർമ്മികമായൊരു യുദ്ധമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നിനക്ക് ജീവൻ വേണോ, നിനക്ക് നിലനിൽക്കണോ, പ്രതിയോഗി ആരാണെന്ന് നോക്കരുത്. യുദ്ധം ചെയ്യണമെന്ന് പറയുന്നിടത്താണ് കൃഷ്ണോപദേശം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ധാർമ്മികമായ യുദ്ധങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ധാർമ്മിക പക്ഷത്ത് നിൽക്കുന്നവർക്കാണ് സപ്പോർട്ട് കൊടുക്കുക, അല്ലാതെ എതിരാളികൾക്കല്ല. നിലനിൽപ്പിന് വേണ്ടി, ഒന്ന് ശ്വാസം വിടാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫലസ്തീനിലെ കുഞ്ഞുങ്ങളടക്കം നിന്ന് പോരാടുമ്പോൾ അവരെ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യാൻ പോകുന്ന ഇസ്രായേലികൾക്ക് അല്പമെങ്കിലും മനുഷ്യത്വം തൊട്ടുതീണ്ടിയവർക്ക് എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കാൻ കഴിയുക എന്നിടത്താണ് നമ്മുടെ ചോദ്യം. മനുഷ്യത്വമുള്ളവർ എന്നെന്നും ഫലസ്തീനോടൊപ്പമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഒരു പൂച്ചയെ ഒരു റൂമിൽ നിങ്ങൾ കുറച്ച് ദിവസം അടച്ചിട്ട് നോക്ക്. നിങ്ങളുടെ സ്വന്തം പൂച്ചയാണെങ്കിലും കുറേ ദിവസം കഴിയുമ്പോൾ ഭക്ഷണമില്ല, വെള്ളമില്ല, ആ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾ തന്നെ വാതിലൊന്ന് തുറന്നാലും നിങ്ങളെ ചിലപ്പോൾ ആക്രമിച്ചേക്കും. അല്ലേ? ഗസ മുനമ്പിൽ കിടന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോ സ്ഥലത്തും അവരിങ്ങനെ അറ്റാക്ക് ചെയ്ത് ഓടിച്ചോടിച്ച് ഈജിപ്ഷ്യൻ അതിർത്തി വരെ എത്തിച്ചു. സ്വന്തം നാട്ടിൽ നിന്നാണ് ഓടിക്കൊണ്ടിരിക്കണേ. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. കുറെ മനുഷ്യന്മാര് കരിഞ്ഞുപോയി, 45ഓളം ആളുകൾ കരിഞ്ഞുപോയി. 200ഓളം ആളുകൾ അത് തീ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ശക്തമായി പൊള്ളലേറ്റു. ചികിത്സിക്കാനായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റികളില്ല, ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ല, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, കറണ്ട് ഇല്ല. ഇതിന്റെ ഇടയിൽ നിന്നിട്ട് അവർ പറയാ ഹസ്ബുനല്ലാഹ്, അല്ലാണ്ട് ഞങ്ങൾക്ക് എന്താണ്? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം അങ്ങനെയാണെന്ന്. ഒരിക്കൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ഒരു കുഞ്ഞിങ്ങനെ മരണപ്പെട്ട് കിടക്കുന്നു യുദ്ധത്തിൽ. മുത്തുനബി ഇങ്ങനെ കരയാ. അപ്പൊ സ്വഹാബി എന്ന് പറയുന്നുണ്ട്, നബിയെ, അത് ശത്രുവിന്റെ കുട്ടിയാണ്. ഹബീബായ തങ്ങളുടെ ദേഷ്യം കൊണ്ടങ്ങ് മുഖം ചമക്ക, സങ്കടവും ദേഷ്യമൊക്കെ കൂടെ മുത്തുനബിയുടെ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തൊട്ടുപോകരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? സ്വഹാബ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് തന്നെ ഈ ഉമറിന്റെ കയ്യിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് കിട്ടിയപ്പോൾ ഒരു കരാറുണ്ടാക്കാൻ ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരോട്ടെ കരാറുണ്ടാക്കിയത്? ക്രിസ്ത്യാനികളായിട്ട്. നിങ്ങളുടെ ഒരു കനീസകളും ഞങ്ങൾ തൊടില്ല, അതൊന്നും ഞങ്ങൾ പള്ളിയാക്കില്ല. അവിടെ ക്രിസ്ത്യാനികൾക്ക് മുമ്പിൽ സമാധാനത്തിന് വേണ്ടി കരാറുണ്ടാക്കി കൊടുക്കണം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറിന് വേണമെങ്കിൽ അത് മൊത്തത്തിൽ അവരങ്ങോട്ട് കൺവേർഷൻ ചെയ്യിപ്പിക്കായിരുന്നു. അതിനൊന്നും നിന്നിട്ടില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇസ്ലാമിനൊരു നിർബന്ധമില്ല. ഇസ്ലാം മനസ്സിലാക്കി വരണവർ വന്നാൽ മതി. നിങ്ങൾ ആരും പോയി പ്രേമിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ ആരും കൊണ്ടുവരുന്നില്ല. ഇസ്ലാം മനസ്സിലാക്കി അള്ളാനെ അറിഞ്ഞു വരേണ്ട മതമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ദീനുൽ ഇസ്ലാമിനെ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് നമ്മൾ ധാരാളം കേട്ടതാണ്, അല്ലേ? ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ സമുദായത്തിലെ കുറച്ച് മനുഷ്യരുണ്ട്, അവരെപ്പോഴും സത്യത്തിന്മേൽ ഇങ്ങനെ അടിയുറച്ചു നിൽക്കും. അവർക്ക് ഇങ്ങനെ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ അവരിങ്ങനെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കും. മൻഹും യാ റസൂലല്ലാഹ്. അവര് ഹും ഫി ബൈത്തുൽ മഖ്ദസി വഅക്നാഫിഹാ. അവർ ബൈത്തുൽ മുഖദ്ദസിന്റെയും അതിന്റെ ചുറ്റും ഇങ്ങനെ താമസിക്കുന്നവരാണെന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. അവർ വിജയിക്കും, വല്ലാഹി വിജയിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിജയിക്കും. പക്ഷേ അവർക്ക് പ്രയാസങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വരും. കാരണം അവരാരാണ്? അവർ മുഅ്മിനീങ്ങളാണ്. ഇതാണ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ച സൂറത്തുൽ അഹ്സാബ്. അവിടെ ഹന്തക്ക് യുദ്ധം നടക്കാൻ പോവാണ്. സ്വഹാബത്ത് ഇങ്ങനെ കല്ല് വെട്ടുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റണില്ല, കരയാൻ. നബിയെ പറ്റുന്നില്ല, പട്ടിണിയാണ് നബിയെ. അവിടുത്തെ വസ്ത്രം ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ മുത്തുനബിതങ്ങൾ വിശന്നിട്ട് വയറ്റിൽ കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവരാരും വയറ്റിൽ കല്ല് കെട്ടിയിട്ടില്ല. വിശന്നപ്പോ കരഞ്ഞു പറയാ, മുത്തുനബിതങ്ങളുടെ വയറ്റിൽ കല്ലുണ്ട്.
ആ മൺവെട്ടി ഇങ്ങ് കൊണ്ടുവരൂ സഹാബ. പിക്കാസ് വാങ്ങിയിട്ട് കല്ലിലൊരു വെട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് തീപ്പൊരികൾ പാറാണ്. കല്ല് പിളർന്നു പോയിട്ടുണ്ട്. ആ തീപ്പൊരി കണ്ടെന്നോണം മുത്തുനബിതങ്ങൾ പറയുന്നുണ്ട്, ഈ തീപ്പൊരികൾ ചെല്ലുന്നത് റോമയുടെയും പേർഷ്യയുടെയും കൊട്ടാരത്തിലേക്കാണ്. അത് തകർന്നടിയും. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമറിന്റെ കാലത്തൊക്കെ തകർന്നുപോയി, ഒക്കെ തകർന്നടിഞ്ഞു. ഇതൊന്നും വെറുതെ ആവില്ല. ഇന്ന് ഫലസ്തീനികൾക്ക് മേൽ വീണ ആ ബോംബിങ്ങുകൾ, അതിൽ നിന്ന് ഉയർന്നു വന്ന തീപ്പൊരികൾ, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ശത്രുക്കളെ അത് നശിപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ കോട്ടകൊത്തളങ്ങളെ അള്ളാഹു തകർക്കുക തന്നെ ചെയ്യും. ഉറപ്പാണ്. ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ സാക്ഷിയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അന്യായമായി കൊല ചെയ്യപ്പെടുന്നവരെ പടച്ചവൻ നോക്കി നിൽക്കില്ല. കൊല ചെയ്യുന്നവരെ അള്ളാഹു നോക്കി നിൽക്കില്ല. പക്ഷേ അവർക്ക് ഇങ്ങനെ പരീക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കും. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അള്ളാഹു അവർക്ക് വലിയ സ്വർഗത്തിൽ വലിയ സോപാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് അവരിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചറബ് അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഫലസ്തീനിന് മോചനം നൽകുമാറാകട്ടെ. അള്ളാഹു മോചിപ്പിക്കട്ടെ. നമുക്ക് ദുആ അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ദുആ ഇത് വലിയൊരു ആയുധമാണ്. നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി നാളെ എന്ത് ചെയ്തു എന്നെന്റെ റബ്ബ് ചോദിക്കുമ്പോൾ, പടച്ചവനെ, ദുആ ചെയ്യാനല്ലാതെ എന്ത് ചെയ്യാനാണ് അല്ലാഹ്? ഞങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, നിന്നോട് ഞങ്ങൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ കാവലേകണേ റഹ്മാനെ. ബൈത്തുൽ മഖ്ദസ് നീ മോചിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ശത്രുക്കളിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്. പടച്ച റബ്ബ് പ്രിയ സഹോദരങ്ങൾക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസങ്ങൾക്ക് കൊടുവിലൊരു എളുപ്പം വരാനുണ്ട്. അത് വരും. സയ്യിദി ഖലീലുല്ലാഹി ഇബ്രാഹിം സലാം അവിടുത്തെ കൂടുതൽ അനുസ്മരിക്കുന്ന ഒരു മാസം കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് വഹയ്യത്ത് പറയണമെന്ന് കരുതിയത്, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്കത് പറയാം. സ്വന്തം കുഞ്ഞിനെ ബലിയെറിക്കാൻ പറയുമ്പോഴും അവിടെ നിന്ന് തകർന്നു പോയിട്ടില്ല, തളർന്നിട്ടില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസത്തിനപ്പുറം എന്റെ നാഥൻ എന്ത് പറഞ്ഞു അതങ്ങ് ഫോളോ ചെയ്യുക. എന്റെ പ്രയാസമോ എന്റെ സന്തോഷമോ ദാറ്റ് ഡസന്റ് മാറ്റർ എന്നൊരു വിഷയമല്ല. എന്റെ റബ്ബ് പറഞ്ഞത് അപ്പാടെ ഫോളോ ചെയ്തപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുക്കാൻ റബ്ബുൽ ആലമീൻ. സ്വന്തം കുഞ്ഞിനെ ഒരു വാപ്പ അറക്കാൻ കൊണ്ടുപോകുമ്പോഴുള്ള മനോവേദന ഉണ്ടല്ലോ, ഉദഹയ്യത്ത് ഏറ്റെടുത്ത ഓരോരുത്തരുടെയും കൽബിൽ ആ വേദന ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉദഹയ്യത്ത് അള്ളാഹുവിന് വേണ്ടാതാണ്. ഉദഹയ്യത്ത് അറക്കാനായിട്ട് നമ്മളവിടെ പോത്തിനെ കെട്ടിയിട്ടുണ്ട്. കമ്മിറ്റിക്കാർ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അതിന് നോക്കിക്കോളും, തളിച്ചുകൊണ്ട് നടന്നോളും. പോരാ, നമ്മൾ ഇറങ്ങണം, അതിനെ ഒന്ന് ഓമനിക്കണം, താലോലിക്കണം. എന്റെ കുഞ്ഞിനെ പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്മായിൽ നബി എങ്ങനെയായിരുന്നു, അതുപോലെ എന്റെ കുഞ്ഞായി കണ്ട് എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ എന്റെ മനസ്സൊന്ന് പിടക്കുമല്ലോ, അതുപോലൊരു വേദന ഉദഹയ്യത്തിന് കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ നമ്മുടെ മനസ്സിങ്ങനെ വിങ്ങണം. എങ്കിലേ അതിന് ഫലമുള്ളൂ.